എന്നാൽ ഇതിലെന്തോ ഭയങ്കര ചതി സംഭവിച്ചിട്ടുണ്ട്. രാമഭദ്രൻ സാറിനെ എത്രയോ വർഷമായിട്ട് എനിക്കറിയാം. ചായ. ആ അടുക്കളയുടെ പുറത്തേക്കുള്ള വാതിലിന്റെ പൂട്ട് ഇളകിയിരിക്കുക. അതൊന്ന് ഉറപ്പിക്കണമെന്ന് ഞാൻ എത്ര ദിവസമായിട്ട് മോഹനോട് പറയുക. ഞാനും മോഹനോട് രാവിലെ പോയി കഴിയുമ്പോഴേ ആരെങ്കിലും ആ വാതിൽ വഴി അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ലേ? മോഹനേട്ടാ, ഞാൻ മോഹനോടല്ലേ ഈ പറഞ്ഞോണ്ടിരിക്കുന്നേ. മനുഷ്യനൊരു പ്രധാനപ്പെട്ട കാര്യം വായിച്ചുകൊണ്ടിരിക്കുമ്പോ അതിനിടയിൽ കയറി ശല്യപ്പെടുത്തരുതെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്താണാവോ ഇത്ര വലിയ പ്രധാനപ്പെട്ട കാര്യം? സപ്ലൈ ഓഫീസിലെ സൂപ്രണ്ട് രാമഭദ്രനെ കൈക്കൂലി കേസിൽ വിജിലൻസ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ രാമഭദ്രനെ കോടതി 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇതാണോ വലിയ കാര്യം? നമ്മുടെ നാട്ടിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇത്തരക്കാർ തന്നെയാ. അവര് കൊടുത്ത് പൊടിയിട്ട നോട്ടുമായി ആ മനുഷ്യൻ രാമഭദ്രൻ സാറിനെ ചെന്ന് കണ്ടു. സാർ ആ പൈസ വാങ്ങിയതും ഒളിച്ചിരുന്ന വിജിലൻസുകാർ ഓടിയെത്തി. സാറിന്റെ കൈ അവര് കൊണ്ടുവന്ന സൊല്യൂഷനിൽ മുക്കിയപ്പോ കൈയുടെ നിറം മാറി. ഇതിനകത്ത് എന്താണാവോ കള്ളക്കേസ്? എന്നാലും രാമഭദ്രൻ സാർ കൈക്കൂലാവെന്ന് ഞാൻ വിശ്വസിക്കില്ല. മോഹനേട്ടാ, പുറമെ കാണുന്ന പോലെ ഒന്നുമല്ല ആളുകള്. രാമഭദ്രൻ സാറിനെ പോലൊരാളെ വെറുതെ അങ്ങനെ കള്ളക്കേസിലൊന്നും കൊടുക്കില്ലല്ലോ വിജിലൻസ്. മോഹനേട്ടന്റെ പ്രിയപ്പെട്ട രാമഭദ്രൻ സാറിന്റെ ഭാര്യ. സാറിനെ ജാമ്യത്തിലിറക്കാൻ കോടതിയിൽ ഹാജരാകണമെന്ന് പറയാനാണ് രാമഭദ്രൻ സാറിന് ഭാര്യ ചെന്നത്. സദാൻ സാർ ഇന്ന് ഭയങ്കര തിരക്കായതുകൊണ്ട് ആ കേസ് ഏൽക്കാമോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു മോഹനേട്ടൻ കേട്ടതല്ലേ, ഓഫീസിലേക്ക് വരാം, അവിടെ വെച്ച് ആലോചിക്കാമെന്ന് പറഞ്ഞു. രാമഭദ്രൻ സാറിനെ പോലെ സത്യസന്ധനും മാന്യനുമായ ഒരാളെ ജാമ്യത്തിലിറക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ വക്കീലെന്ന് പറഞ്ഞ് നടക്കുന്നത്? ഒരു കേസിന്റെ എല്ലാ വിഷയവും പഠിക്കാതെ കേസ് അയക്കുന്ന എങ്ങനെയാ മോഹനേട്ടാ? സാധാരണ ഏതെങ്കിലും കൊലപാതക കേസിലെയോ ബലാത്സംഗ കേസിലെയോ പിടിച്ചുപറി കേസിലെയോ പ്രതികളുടെ കാര്യം വരുമ്പോ നീ ഇങ്ങനെ കേസിന്റെ ഒരു വശത്തെ കുറിച്ച് ആലോചിക്കാറില്ലല്ലോ. കേൾക്കും രാമഭദ്രൻ സാർ കൈക്കൂലി വാങ്ങില്ല. ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താണ് മോഹനേട്ടാ കാര്യം? വിജിലൻസുകാര് കൊടുത്തുവിട്ട പൊടിയിട്ട നോട്ട് രാമഭദ്രൻ സാറ് കൈനീട്ടി വാങ്ങി എന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. അതിന്റെ തെളിവ് അവരുടെ കയ്യിലുണ്ടല്ലോ. പണ്ടൊരു വക്കീലിനെ അന്വേഷിച്ചാണ് എന്റെ ജീവൻ എങ്ങനെ ആയത്. രാമഭദ്രൻ സാറിന് നിന്റെ സഹായം വേണം. എന്ത് കഷ്ടമാണ് വക്കീലേ ഇത്. ഇക്കാര്യത്തിൽ ന്യായം മോഹനേട്ടൻ സാറിന്റെ ഭാഗത്ത് തന്നെയാണ്. രാമഭദ്രൻ സാറിന് എന്തോ ചത് പറ്റിയത് തന്നെയാണ്. അതെനിക്കറിയാം. പക്ഷേ വില്ലേജ് ഓഫീസർ പറയുന്ന പാടെ ഞാനതങ്ങ് സമ്മതിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ സാറിനെ പിടിച്ചാൽ കിട്ടില്ല. ഇപ്പോഴത്തെ കാലത്ത് കള്ളനാവുന്നതിനേക്കാൾ റിസ്ക് സത്യസന്ധനാവുന്നില്ല. എന്റെ വീടിന്റെ അടുത്താണ് PWDയിലെ ജേക്കബ് സാർ താമസിക്കുന്നത്. സാറ് ഇതുപോലൊരു മാന്യനാ. സാറിനെ എങ്ങനെയെങ്കിലും കൊടുക്കാമെന്ന് മേലുദ്യോഗസ്ഥർ തീരുമാനിച്ചു. സാർ അനധികൃതമായി പണം സമ്പാദിച്ച് വീടിന്റെ പുറത്ത് കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് ആരോ വിജിലൻസ് വിളിച്ച് പരാതി പറഞ്ഞു. വിജിലൻസുകാര് ജേക്കബ് സാറിനെ നിരീക്ഷിക്കാൻ ഒരു ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചു. അയാൾ എപ്പോഴും ജേക്കബ് സാറിന്റെ പിന്നാലെ കൂടി. ഒടുവിൽ വീട്ടിൽ ആരുമില്ലാത്തൊരു ദിവസം ആ ഉദ്യോഗസ്ഥൻ കോമ്പൗണ്ടിൽ കയറി വീടിന്റെ ചുറ്റും പരിശോധന തുടങ്ങി. അയൽപ്പക്കത്ത് ആരോ വിളിച്ചു പറഞ്ഞ് ജേക്കബ് സാർ സ്ഥലത്തെത്തി. നോക്കിയപ്പോൾ ഒരാൾ വീടിന്റെ പുറകുവശത്ത് പതുങ്ങി നടക്കുന്നു. സാറിനൊരു ബുദ്ധി തോന്നി. ഒരു വലിയ തടിക്കഷ്ണം എടുത്ത് പുറകെ കൂടെ ചെന്നൊരു ഒറ്റയാടി. വിജിലൻസ് സാറ് ദാ അടക്കുന്നു. ഞാൻ പറഞ്ഞാൽ അവൾ അനുസരിക്കായിരിക്കോ? ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ കള്ളക്കേസിൽ കൊടുക്കാൻ മോഹനകൃഷ്ണൻ ഒരിക്കലും സമ്മതിക്കില്ല. ഞാനൊരു കാര്യം പറഞ്ഞ സാറ് വേറെ ഒന്നും വിചാരിക്കരുത്. ഇന്ന് രാമഭദ്ര സാറിന് പറ്റിയത് നാളെ സാറിനും പറ്റാവുന്നതാ. പറഞ്ഞു വരുമ്പോ സാറും രാമഭദ്ര സാറിനെ പോലെ സത്യസന്ധനായ ഒരാളാ. മേലുദ്യോഗസ്ഥരിലെ പലർക്കും സാറിനെ ഇഷ്ടമല്ല. എങ്ങനെയെങ്കിലും സാറിനെ ഇവിടുന്ന് ഒഴിവാക്കി നിർത്താനായി അവരെന്തടവും പ്രയോഗിക്കും. ഞാനും നീ ഇല്ലാത്ത നേരത്ത് നമ്മുടെ രഹസ്യ വിവരങ്ങൾ ചോർത്താനെത്തിയതാണ്.